ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 6th സെമ്മിലെ ഒരു പഠിക്കാനുള്ള സബ്ജക്റ്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി അതിലെ മൊഡ്യൂൾ 1 ആണ് ഡിസ്കഷൻ ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽസ് ഓഫ് സോഷ്യൽ റിസർച്ച് എന്നാണ് ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ നെയിം. ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് 3 മൊഡ്യൂളാണ് പഠിക്കാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 75 മാർക്കിലാണ് എക്സാം നടക്കുന്നത്. 60 മാർക്കിൽ എഴുത്ത് പരീക്ഷയും അതുപോലെ തന്നെ 15 മാർക്ക് MCQ ആണ് നടക്കുന്നത്. ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ 100 മാർക്കിലാണ് നടക്കുന്നത്. 80 മാർക്ക് എഴുത്ത് പരീക്ഷയും അതുപോലെ 20 മാർക്ക് MCQ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂള് ഫണ്ടമെൻ്റൽസ് ഓഫ് സോഷ്യൽ റിസർച്ച് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് പറയണത് നോക്കാം. ആദ്യം നമ്മൾ സോഷ്യൽ റിസർച്ചിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ റിസർച്ച് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം അല്ലേ. എന്താണ് അപ്പോൾ റിസർച്ച്? ഒരു പരിഹാരം ആവശ്യമായ ഒരു പ്രത്യേക പ്രശ്നം പര്യവേഷണം ചെയ്യാനുള്ള ആസൂത്രിതവും അതുപോലെ തന്നെ ചിട്ടയായതുമായിട്ടുള്ള ശ്രമത്തെയാണ് നമ്മൾ ഗവേഷണം അല്ലെങ്കിൽ റിസർച്ച് എന്ന് വിളിക്കുക അല്ലേ. ഒരു പരിഹാരം ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേക പ്രശ്നം പര്യവേഷണം ചെയ്യാനുള്ള ആസൂത്രണവും അതുപോലെ തന്നെ ചിട്ടയായിട്ടുള്ളതുമായ ശ്രമത്തെയാണ് നമ്മൾ റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണം എന്നൊക്കെ വിളിക്കുന്നത്. ഇതെന്താണ്? മനുഷ്യന്റെ അറിവിനെ തിരുത്തുന്നതോടൊപ്പം തന്നെ പൊതുവിജ്ഞാനം നൽകുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ഗവേഷണം എന്ന് പറയുന്നത് മനുഷ്യന്റെ അറിവിനെ തിരുത്തുകയും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്ത് നൽകുന്നുണ്ട്? പൊതുവിജ്ഞാനവും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിസർച്ച് എന്ന് പറയുന്ന പദത്തിന് 2 അംശങ്ങളുണ്ട് അല്ലേ. അതായത് 2 ഭാഗമുണ്ട്. എന്താണ്? ഒന്ന് റീന്നും അതുപോലെ തന്നെ മറ്റൊന്ന് സെർച്ച് എന്ന് പറയുന്നത്. റീ എന്ന് പറഞ്ഞാൽ വീണ്ടും തുടർച്ചയായിട്ട് അല്ലെങ്കിൽ പുതുതായി എന്നൊക്കെയാണ് റീ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെർച്ച് എന്ന് പറഞ്ഞാലോ വിശദമായിട്ടുള്ള പരിശോധന അല്ലെ. വിശദമായിട്ട് പരിശോധിക്കുക എന്നുള്ളതുമാണ് എന്താ പറയുക സെർച്ച് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? വിവരങ്ങൾക്കായിട്ടുള്ള തിരയലിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ വിവരങ്ങൾക്കായിട്ടുള്ള ഒരു തിരയലിനെയാണ് സൂചിപ്പിക്കുന്നത്. റീസെർച്ച് എന്ന് പറയുന്ന 2 വേർഡുകളിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. റീ പറഞ്ഞാൽ വീണ്ടും തുടർച്ചയായിട്ട് അല്ലെങ്കിൽ പുതുതായിട്ട് എന്നുള്ള അർത്ഥമാണ് റീ പറഞ്ഞാൽ. സെർച്ച് പറഞ്ഞാലോ വിശദമായിട്ടുള്ള പരിശോധിക്കുക അല്ലെ. വിശദമായിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് സെർച്ച് എന്ന് പറഞ്ഞാൽ അർത്ഥം. അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഒരു രീതിയാണ് ഈ ഒരു റിസർച്ച് പറയുന്നത് അല്ലേ. ഒരു ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഒരു രീതി കൂടിയാണ് ഈ ഗവേഷണം അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രശ്നത്തിന് പ്രായോഗികമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥാപിതവും അതുപോലെ ഘടനാപരവുമായിട്ടുള്ള ശേഖരണം, അവലോകനം, തെളിവുകളുടെ വിലയിരുത്തൽ എന്നിവയൊക്കെയാണ് ഈ ഗവേഷണത്തെ നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ ഗവേഷണത്തെ എങ്ങനെയൊക്കെയാണ് നിർവചിച്ചിട്ടുള്ളത്? ഒരു പ്രശ്നത്തിന് പ്രായോഗികമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥാപിതവും അതുപോലെ ഘടനാപരമായിട്ടുള്ള ശേഖരണം, അവലോകനം, തെളിവുകളുടെ വിലയിരുത്തൽ എന്നിവയ്ക്കായിട്ടാണ് ഗവേഷണത്തെ എന്ത് ചെയ്തിട്ടുള്ളത്? നിർവചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മാറ്റങ്ങൾ മാറ്റങ്ങൾ സുഗമമാക്കുന്നതിനും അതുപോലെ തന്നെ ചുറ്റുപാടുകളോട് കൂടുതൽ ഫലപ്രദമായിട്ട് പ്രതികരിക്കുവാൻ മനുഷ്യനെ പ്രാപ്തരാക്കുന്നതിനുമുള്ള ശാസ്ത്രത്തിന്റെ പുരോഗതിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു സമീപനം കൂടിയാണ് റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണം എന്ന് പറയുന്നത് അല്ലേ. മാറ്റങ്ങൾ സുഗമമാക്കാൻ, അതായത് പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അത് എന്ത് ചെയ്യുക? സുഗമമാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ചുറ്റുപാടുകളോട് കൂടുതൽ ഫലപ്രദമായിട്ട് പ്രതികരിക്കാൻ മനുഷ്യനെ പ്രാപ്തരാക്കുന്നതിനുമുള്ള ഒരു ശാസ്ത്രത്തിന്റെ പുരോഗതിക്കുള്ള അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു സമീപനം തന്നെയാണ് ഈ ഒരു ഗവേഷണം അല്ലെങ്കിൽ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ റിസർച്ചിന് കുറച്ച് ഡെഫിനിഷൻ ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. അപ്പോൾ നോക്കുക, ഡെഫിനിഷൻസ് ഓഫ് റിസർച്ച് അല്ലേ. റിസർച്ചിന് ഡെഫിനിഷൻ കൊടുത്തത് നോക്കുക. LV റഡ്മാൻ അതുപോലെ തന്നെ AVH മോറി അല്ലേ. അവർ 2 പേരും പറഞ്ഞത് പുതിയ അറിവ് നേടാനുള്ള ചിട്ടയായിട്ടുള്ള ഒരു ശ്രമമാണ് റിസർച്ച് എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? പുതിയ അറിവ് നേടാനുള്ള ചിട്ടയായിട്ടുള്ള ശ്രമമാണ് ഗവേഷണം എന്നാണ് ആര് പറഞ്ഞത്? LV റഡ്മാനും അതുപോലെ തന്നെ AVH മോറിയും പറഞ്ഞത്. എന്നാൽ കെർലിംഗർ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത് പ്രകൃതി പ്രതിഭാസങ്ങൾക്കിടയിലെ സാങ്കല്പിക ബന്ധങ്ങളുടെ വ്യവസ്ഥാപിതവും നിയന്ത്രിതവും അനുഭവപരവും വിമർശനാത്മകവുമായിട്ടുള്ള അന്വേഷണമാണ് ഗവേഷണം എന്നാണ് കെർലിംഗർ പറഞ്ഞത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് MCQ. റിസർച്ച് മെത്തഡോളജിയിൽ ഫസ്റ്റ് MCQ പറയുന്നത് ഒരു ഡെഫിനിഷനാണ്. കെർലിംഗർ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താണ് അദ്ദേഹം പറയുന്നത്? പ്രകൃതി പ്രതിഭാസങ്ങൾക്കിടയിലെ സാങ്കല്പിക ബന്ധങ്ങളുടെ വ്യവസ്ഥാപിതവും നിയന്ത്രിതവും അനുഭവപരവും വിമർശനാത്മകവുമായിട്ടുള്ള ഒരു അന്വേഷണത്തിനെയാണ് റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് കെർലിംഗർ പറഞ്ഞത്. എന്നാൽ
ക്രസ്വെൽ പറഞ്ഞത് CRESWELL ക്രസ്വെൽ പറഞ്ഞത് ഒരു വിഷയത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ കുറിച്ചിട്ടോ ഉള്ള ധാരണ വർദ്ധിപ്പിക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഘട്ടങ്ങളുടെ ഒരു പ്രക്രിയയാണ് റിസർച്ച് എന്നാണ് ക്രസ്വെൽ പറഞ്ഞത്. എന്താ പറഞ്ഞത് അദ്ദേഹം? ഒരു വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെക്കുറിച്ചോ ഉള്ള ധാരണ വർദ്ധിപ്പിക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അതുപോലെ തന്നെ വിശകലനം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള ഘട്ടങ്ങളുടെ ഒരു പ്രക്രിയയാണ് റിസർച്ച് എന്നാണ് ക്രസ്വെൽ പറഞ്ഞത്. എന്നാൽ ബ്ലാക്ക് ആൻഡ് ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ കൊടുത്തതോ വേരിയബിളുകൾക്കിടയിൽ കാര്യകാരണ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന യുക്തിപൂർവമുള്ള നിർദ്ദേശങ്ങളുടെ ചിട്ടയായിട്ടുള്ള വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന അനുഭവ നിരീക്ഷണത്തിലൂടെ വിവരങ്ങൾ അന്വേഷിക്കുന്നതാണ് ഈ ഒരു ഗവേഷണം എന്നാണ് ആര് പറഞ്ഞത്? ഈ ഒരു ബ്ലാക്ക് ആൻഡ് ചാമ്പ്യന് പറഞ്ഞത് അല്ലെ. എന്താ പറഞ്ഞത്? വേരിയബിൾക്കുള്ളിടയിൽ കാര്യകാരണ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന യുക്തിപൂർവമുള്ള നിർദ്ദേശങ്ങളുടെ ചിട്ടയായിട്ടുള്ള വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന അനുഭവ നിരീക്ഷണത്തിലൂടെ വിവരങ്ങൾ അന്വേഷിക്കുന്നതിനെയാണ് ഗവേഷണം എന്ന് പറയണെന്നാണ് ആര് പറഞ്ഞത്? ബ്ലാക്ക് ആൻഡ് ചാമ്പ്യന് കൊടുത്ത ഡെഫിനിഷൻ. ഇനി അടുത്തതാണ് സോഷ്യൽ സയൻസ് റിസർച്ച് അല്ലേ. അതായത് ഡാറ്റ ശേഖരണത്തിലൂടെയും അതുപോലെ തന്നെ വിശകലനത്തിലൂടെയും സാമൂഹ്യ ഗവേഷണം സാമൂഹിക സിദ്ധാന്തങ്ങൾ സൃഷ്ടിക്കാനും സ്വാധീകരിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താണ് ഈ സോഷ്യൽ സയൻസ് റിസർച്ച് പറഞ്ഞാൽ? മനുഷ്യ സമൂഹത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങളെ കുറിച്ചുമുള്ള ശാസ്ത്രീയ പഠനത്തിനെയാണ് നമ്മൾ സമൂഹശാസ്ത്ര ഗവേഷണം അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് വിളിക്കുന്നത് അല്ലേ. അതായത് മനുഷ്യന്റെ സാമൂഹ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചിട്ടും അതുപോലെ സാമൂഹിക ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠനം നടത്തുന്നുണ്ട് സോഷ്യൽ സയൻസ് റിസർച്ച്. അതുപോലെ തന്നെ സോഷ്യോളജി, സൈക്കോളജി, നരവംശാസ്ത്രം, അതുപോലെ സാമ്പത്തിക ശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങി നിരവധി വിഷയങ്ങളിലൊക്കെ സമൂഹശാസ്ത്ര ഗവേഷണ രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹശാസ്ത്ര ഗവേഷണ രീതികൾ ഉപയോഗിക്കുന്ന വിഷയങ്ങളാണ് സോഷ്യോളജി, സൈക്കോളജി, നരവംശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തെ രൂപപ്പെടുത്തുന്ന സങ്കീർണമായ സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ചിട്ടും സാമൂഹിക പ്രക്രിയകളെ കുറിച്ചും മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുകയാണ് ഈ സാമൂഹ്യ ഗവേഷണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം. എന്താണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം? മനുഷ്യ സമൂഹത്തെ കുറിച്ച് രൂപപ്പെടുത്തുന്ന സങ്കീർണമായ സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ചിട്ടും അതുപോലെ സാമൂഹ്യ പ്രക്രിയകളെ കുറിച്ചും മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? സർവേകൾ, അതുപോലെ പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, കേസ് സ്റ്റഡികൾ എന്നിവയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വിവിധ മാർഗങ്ങളിലൂടെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിട്ട് ഈ ഒരു സോഷ്യൽ സയൻസ് റിസർച്ച് നടക്കുന്നത് അല്ലേ. സർവേകൾ, അതുപോലെ പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, കേസ് സ്റ്റഡി, അതുപോലെ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിൽ ഉൾപ്പെടെയാണ് വിവിധ മാർഗങ്ങളിലൂടെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടാണ് സമൂഹശാസ്ത്ര ഗവേഷണം നടക്കുന്നത്. അതുപോലെ തന്നെ സാമൂഹിക ഗവേഷണത്തിലൂടെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചിട്ടും അതുപോലെ സാമൂഹ്യ പെരുമാറ്റത്തെക്കുറിച്ചിട്ടും സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഉൾക്കാഴ്ച ലഭിക്കുകയും ഇതിലൂടെ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ലോകത്തെ വിശദമായിട്ട് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സോഷ്യൽ സയൻസ് റിസർച്ചിലൂടെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചിട്ടും അതുപോലെ സാമൂഹ്യ പെരുമാറ്റത്തെക്കുറിച്ചിട്ടും സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള ഉൾക്കാഴ്ച ലഭിക്കുകയും ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റുമുള്ള നമ്മുടെ ലോകത്തെ വിശദമായിട്ട് അല്ലെ വിശാലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാക്കാനും ഈ ഒരു സോഷ്യൽ സയൻസ് റിസർച്ചിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ പറയണത് എന്താ നോക്കുക, ശാസ്ത്രത്തിനെ നാച്ചുറൽ സയൻസ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. അതായത് മനുഷ്യ ജീവിതം, മനുഷ്യൻ്റെ സ്വഭാവം, സാമൂഹ്യ ഗ്രൂപ്പുകൾ, സാമൂഹ്യ സ്ഥാപനങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്യണതാണ് എന്ത് പിന്നെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് അല്ലേ. അതൊക്കെയാണ് സോഷ്യൽ സയൻസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അല്ലേ. ശാസ്ത്രത്തെ നാച്ചുറൽ സയൻസ് എന്നും അതുപോലെ സോഷ്യൽ സയൻസ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതം, മനുഷ്യ സ്വഭാവം, സാമൂഹ്യ ഗ്രൂപ്പുകൾ, അതുപോലെ സാമൂഹ്യ സ്ഥാപനങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന വിവിധ വിഷയങ്ങളാണ് ഈ ഒരു സോഷ്യൽ സയൻസിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഉൾപ്പെട്ടിട്ടുള്ളത് അല്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ നരവംശാസ്ത്രം, അതുപോലെ തന്നെ ചരിത്രം, എക്കണോമിക്സ്, പൊളിറ്റിക്സ് അതൊക്കെ നമുക്ക് അതിന് ഉദാഹരണം പറയാം
പറയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രത്തെ പോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രമല്ല സോഷ്യൽ സയൻസ് അല്ലെ. ഭൗതിക ശാസ്ത്രത്തെ പോലെ കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രമല്ല സോഷ്യൽ സയൻസ്. മനുഷ്യന്റെ പരിസ്ഥിതിയും അതുപോലെ മനുഷ്യ സ്വഭാവവും വളരെ സങ്കീർണമാണ് അല്ലെ. മനുഷ്യന്മാരുടെ സ്വഭാവം അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് എന്താണ്, വളരെ സങ്കീർണമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പെരുമാറ്റം മനസ്സിലാക്കുകയും പ്രവചിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അല്ലേ. മനുഷ്യന്മാരുടെ എന്താ പറയുക പെരുമാറ്റം മനസ്സിലാക്കുക എന്ന് പറയുന്നതും അത് പ്രവചിക്കുക എന്ന് പറയുന്നതും എന്താണ്, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് റിസർച്ച് ഉപയോഗിച്ചിട്ട് ഒരു രീതി ശാസ്ത്രപരവും അതുപോലെ ശാസ്ത്രീയവുമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ പുതിയ അറിവുകളും വിവരങ്ങളും ശേഖരിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ സമൂഹത്തിൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏതൊരു സാമൂഹിക വിഷയത്തിലും പുതിയ അറിവ് തേടുന്ന ഒരു രീതിയാണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാമൂഹിക സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സോഷ്യൽ സയൻസ് റിസർച്ച് വിശദീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട്, എപ്പോൾ, എവിടെ, എന്ത്, എങ്ങനെ സാമൂഹ്യ ജീവിതം ദൈനംദിന അടിസ്ഥാനത്തിൽ രൂപപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ ഗവേഷകരെ അനുവദിക്കുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ എപ്പോഴാണ്, അല്ലെങ്കിൽ എവിടെ വെച്ചാണ്, അല്ലെങ്കിൽ എന്തിന്, അല്ലെങ്കിൽ എങ്ങനെ, ഇതൊക്കെ എന്താണ് സാമൂഹ്യ ജീവിതം ദൈനംദിന അടിസ്ഥാനത്തിൽ രൂപപ്പെടുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു എന്നത് മനസ്സിലാക്കാൻ ഗവേഷകനെ അനുവദിക്കണ്ടല്ലേ. ഒരു ഗവേഷണം നടത്തുമ്പോൾ ആ ഒരു കാര്യം എന്തുകൊണ്ട് സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു, എവിടെ സംഭവിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഗവേഷണത്തിലൂടെ അറിയാൻ ഗവേഷകന് അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ടുള്ള മുൻധാരണകളെ തിരുത്തി പുതിയ ഫലങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നിലവിലെ അറിവിനെ ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഉപകരണമായിട്ടും ഈ ഒരു ഗവേഷകൻ എന്ത് ചെയ്യാറുണ്ട്, സോഷ്യൽ സയൻസ് റിസർച്ചിനെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അതായത് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചിട്ടുള്ള മുൻധാരണകളൊക്കെ തിരുത്തിയിട്ട് പുതിയ ഒരു ഫലങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നിലവിലെ അറിവിനെ എന്ത് ചെയ്യുക, ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഉപകരണം. അങ്ങനെ എന്ത് ചെയ്യലുണ്ട്, സോഷ്യൽ സയൻസ് റിസർച്ചിനെ ഗവേഷകർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മുൻപ് കണ്ടെത്താത്ത സംഭവങ്ങളെ കുറിച്ചിട്ടും മനുഷ്യന്റെ അവ്യക്തമായിട്ടുള്ള ഘടകങ്ങളെ കുറിച്ചിട്ടും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കുകയാണ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. മുൻപ് കണ്ടെത്താത്ത കുറേ സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, മനുഷ്യന്റെ അവ്യക്തമായിട്ടുള്ള ഘടകങ്ങളെ കുറിച്ചിട്ടും അത് പറയാം അങ്ങനത്തെ സംഭവങ്ങളെ കുറിച്ചിട്ടും ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. നഴ്സിംഗ്, അതുപോലെ ഹെൽത്ത് സയൻസ്, അതുപോലെ തന്നെ എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളും അതുപോലെ തന്നെ സമാന ഗവേഷണ സമീപനം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മനുഷ്യന്റെ പെരുമാറ്റവും ഇടപെടലും ഉൾപ്പെടുന്ന ഒരു പ്രത്യേക വിഷയത്തിൽ ശാസ്ത്രീയ അറിവിന്റെ പ്രയോഗത്തെ സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് വിളിക്കാം അല്ലേ. എന്താണ് പറഞ്ഞത്, മനുഷ്യന്റെ പെരുമാറ്റവും ഇടപെടലും ഉൾപ്പെടുന്ന ഒരു പ്രത്യേക വിഷയത്തിൽ ശാസ്ത്രീയ അറിവിന്റെ പ്രയോഗത്തെ നമുക്ക് ഈ ഒരു സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് വിളിക്കാൻ കഴിയും. ഇനി സോഷ്യൽ സയൻസ് റിസർച്ചിനും എന്തുണ്ട്, കുറച്ച് ഡെഫിനിഷൻ ഉണ്ട്, നമുക്കത് നോക്കാം. അപ്പോൾ നോക്കുക, ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് അല്ലേ. അപ്പോൾ PV യുങ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിൽ പുതിയ വസ്തുതകൾ കണ്ടെത്തുന്നതിനും അതുപോലെ പഴയ വസ്തുതകളൊക്കെ പരിശോധിക്കുന്നതിനുമുള്ള ചിട്ടയായിട്ടുള്ള ഒരു രീതിയാണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് വിളിക്കുന്നതെന്നാണ് PV യുങ് പറയുന്നത് അല്ലേ. അതായത് സാമൂഹ്യ ശ്രേണികളുടെ പരസ്പര ബന്ധം, അതുപോലെ കാര്യകാരണ വിശദീകരണങ്ങൾ, പ്രകൃതി നിയമങ്ങൾ എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവയെ നിയന്ത്രിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. പുതിയ വസ്തുതകൾ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ പഴയ വസ്തുതകൾ പരിശോധിക്കുന്നതിനുമുള്ള ചിട്ടയായിട്ടുള്ള ഒരു രീതിയാണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്. എന്നാൽ CA മോസറിന്റെ അഭിപ്രായത്തിൽ സാമൂഹിക പ്രതിഭാസങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് പുതിയ അറിവ് നേടുന്നതിനുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു അന്വേഷണത്തിനെയാണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്, സാമൂഹിക പ്രതിഭാസങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് പുതിയ അറിവ് നേടുന്നതിനുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു അന്വേഷണമാണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്നാണ് CV മോസർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു 2 ഡെഫിനിഷനാണുള്ളത്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെക്കുക. ഇനി അടുത്ത ഭാഗമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് അല്ലേ. സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ സവിശേഷതകളാണ് ഇനി നോക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത് സാമൂഹിക പ്രതിഭാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. സാമൂഹിക പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ത് സോഷ്യൽ സയൻസ് റിസർച്ച്. ഇതെന്താണ്, മനുഷ്യൻ്റെ പെരുമാറ്റത്തെയും അതുപോലെ തന്നെ അവരുടെ വൈകാരിക അവസ്ഥകളെയും ഒക്കെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ ഒന്നാമത്തെ സവിശേഷത ഇത് മനുഷ്യൻ്റെ പെരുമാറ്റത്തെയും അവരുടെ വൈകാരിക അവസ്ഥകളെയും
ബന്ധങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ഒന്നാണ് സോഷ്യൽ സയൻസ് റിസർച്ച്. രണ്ടാമത് പറയുന്നത് സാമൂഹിക ഗവേഷണം എന്ന് പറയുന്നത് പുതിയ വസ്തുതകൾ കണ്ടെത്തുകയും പഴയവ എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. പുതിയ വസ്തുതകൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പഴയ വസ്തുതകളെ എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനുഷിക പ്രവർത്തനങ്ങൾക്കിടയിലുള്ള പ്രാഥമികമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുന്നതിന് ഈ ഒരു സോഷ്യൽ സയൻസ് റിസർച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞത്, മൂന്നാമത്തത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനുഷിക പ്രവർത്തനങ്ങൾക്കിടയിലുള്ള പ്രാഥമികമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുന്നതിന് ശ്രമിക്കുകയാണ് എന്ത്, സോഷ്യൽ സയൻസ് റിസർച്ച് ചെയ്യണത്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ പരിഹാരത്തിലേക്കാണ് നയിക്കുന്നത് അല്ലേ. പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാനും സോഷ്യൽ സയൻസ് റിസർച്ച് സഹായിക്കുന്നുണ്ട്. അടുത്തത് പറയുന്നത് സാമൂഹ്യ പ്രശ്നങ്ങൾ തമ്മിലുള്ള കാര്യകാരണ ബന്ധങ്ങൾ നിർണ്ണയിക്കുന്നുണ്ട് അല്ലേ. സമൂഹത്തിലെ പ്രശ്നങ്ങൾ തമ്മിലുള്ള കാര്യകാരണ ബന്ധങ്ങളെയും സോഷ്യൽ സയൻസ് റിസർച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നിർണ്ണയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാവി സംഭവങ്ങൾ, അതുപോലെ അല്ലേ അങ്ങനത്തെ പ്രവചിക്കാൻ ഉപയോഗിക്കുന്ന സാമാന്യവൽക്കരണങ്ങളോ അല്ലെങ്കിൽ തത്വങ്ങളോ ആശയങ്ങളോ വികസിപ്പിക്കുക എന്നതാണ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. എന്താ പറഞ്ഞത്, ഭാവി സംഭവങ്ങൾ പ്രവചിക്കുന്നതിന് ഉപയോഗിക്കുന്ന സാമാന്യവൽക്കരണങ്ങളോ അല്ലെങ്കിൽ തത്വങ്ങളോ ആശയങ്ങളോ വികസിപ്പിക്കുക എന്നുള്ളതാണ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ അടുത്തത് പറയുന്നത് അനുഭവപരമായിട്ടുള്ള വസ്തുതകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സോഷ്യൽ സയൻസ് റിസർച്ച് അല്ലെ. അനുഭവത്തിലുള്ള വസ്തുതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്ത്, സോഷ്യൽ സയൻസ് റിസർച്ച്. പിന്നെ ലാസ്റ്റ് അതിന്റെ സവിശേഷതയാണ് എന്താണ്, സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഇന്റർ ഡിസിപ്ലിനറി സ്വഭാവമുള്ളവയാണ് അല്ലെ. ഒരു ഇന്റർ ഡിസിപ്ലിനറി സ്വഭാവമുള്ളവയാണ് സോഷ്യൽ സയൻസ് റിസർച്ച്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കുക, റെലവൻസ് ആൻഡ് ബെനഫിറ്റ് ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് അല്ലെ. എന്തൊക്കെ റെലവൻസും എന്തൊക്കെ ബെനഫിറ്റും ആണ് സോഷ്യൽ സയൻസ് റിസർച്ച് കൊണ്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമതായിട്ട് തന്നെ പറയുന്നത് സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ ക്വാളിറ്റേറ്റീവ് അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് സ്കൂളിൻ്റെ സംഭാവനകൾ പരിശീലനത്തെ രൂപപ്പെടുത്തുന്നുണ്ട് അല്ലേ. അതാണ് അതിൻ്റെ ഒന്നാമത്തെ റെലവൻസ് അല്ലെങ്കിൽ ബെനഫിറ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ ക്വാളിറ്റേറ്റീവ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് സ്കൂളിൻ്റെ സംഭാവനകൾ പരിശീലനത്തെ രൂപപ്പെടുത്തുന്നുണ്ട്. അതുപോലെ രണ്ടാമത് പറയുന്നത് സമൂഹങ്ങൾ വികസിപ്പിക്കുകയും വിവിധ പരിഷ്കാരങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നതിനാൽ ഈ ക്വാളിറ്റേറ്റീവ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവുകളിൽ സാമൂഹിക ഗവേഷകർ മനുഷ്യ സമൂഹത്തെ പിന്തുണക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ തുടരേണ്ടതുണ്ട് അല്ലേ. അതാണ് അതിൻ്റെ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ്. മൂന്നാമത് പറയുന്നത് തൽഫലമായിട്ട് നിലവിൽ ബുദ്ധിമുട്ടുകൾക്കും അതുപോലെ സാമൂഹ്യ പ്രശ്നങ്ങൾക്കും അവ ഉയർന്നു വരുമ്പോൾ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് സ്കൂളുകൾ സർഗാത്മകവും അതുപോലെ തന്നെ സംയോജിതവുമായിട്ടുള്ള ഉത്തരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ പിന്നെ പറയുന്നത് സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ അവ സമൂഹത്തിൻ്റെ ദീർഘകാല പ്രവർത്തന ക്ഷമതയിൽ സ്വാധീനം ചെലുത്തണം അല്ലേ. എന്ത് ചെയ്യണം, സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ അവ സമൂഹത്തിൻ്റെ ദീർഘകാല പ്രവർത്തന ക്ഷമതയിൽ സ്വാധീനം ചെലുത്തണം. അടുത്തത് പറയുന്നത് പ്രാദേശിക സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന ഗവേഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ സാമൂഹ്യ ഗവേഷകർ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം അല്ലേ. പ്രാദേശിക സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന ഗവേഷണ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാമൂഹിക ഗവേഷകരെ പ്രോത്സാഹിപ്പിക്കണം. അടുത്തത് പറയുന്നത് ഈ ഒരു ക്വാളിറ്റേറ്റീവ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് സ്കൂളുകളിൽ നിന്നുമുള്ള സാമൂഹ്യ ഗവേഷകരെ സാമൂഹ്യ ഗവേഷണം ഏറ്റെടുക്കുന്നതിൽ അവരുടെ ഒഴിവുകൾ ഉപയോഗിക്കുന്നതിന് അനുവദിക്കുന്ന വൈവിധ്യമാർന്നിട്ടുള്ള ഇന്റർ ഡിസിപ്ലിനറി പഠനങ്ങളിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കണം അല്ലേ. സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഇന്റർ ഡിസിപ്ലിനറി സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവിൽ നിന്നുമുള്ള സാമൂഹ്യ ഗവേഷകരെ സാമൂഹ്യ ഗവേഷണം ഏറ്റെടുക്കുന്നതിൽ അവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നതിന് അനുവദിക്കുന്ന വൈവിധ്യമാർന്നുള്ള ഇന്റർ ഡിസിപ്ലിനറി പഠനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഇതാണ് അതിൻ്റെ റെലവൻസ് ആൻഡ് ബെനഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ ഇത്രയും ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സോഷ്യൽ സയൻസ് റിസർച്ചിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഒരു 11 സ്റ്റെപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റിസർച്ച് അല്ലേ, റിസർച്ചിന് ഒരു 3 ടൈപ്സ് ഉണ്ട്. അതുപോലെ പിന്നെ പഠിക്കാനുള്ള ഒരു ഭാഗം തിയറിയും റിസർച്ചും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ഈ ഒരു 3 ടോപ്പിക്കുകളും കൂടിയാണ് ഈ ഒരു ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.